ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കാണാൻ പോകുന്നത് എവർനെറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 15ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ബാഡ്ലാൻഡിലുള്ള എൽഡേഴ്സിൻ്റെ അടുത്ത് എത്തിച്ചേരുന്ന നിങ്കയും സാങ്സാങ്ങിനെയും ഒക്കെയാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ താങ്ങിനോട് നിങ്കി ചോദിക്കുകയാണ്, എപ്പോഴാണ് എൽഡറിൻ്റെ അടുത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുക? ഉടനെ തന്നെ എന്ന് പറയുമെങ്കിലും അത് വളരെ വേഗത്തിലാക്കാൻ നിങ്കെ പറയുമ്പോൾ തന്നെ അവൻ ബോധം കെട്ട് വീഴുന്നു. ആ വൈൻ കുടിച്ചതിൻ്റെ ആയിരുന്നു. സാങ്സാങ് അപ്പോഴേക്കും അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നാൽ സാങ്സാങ്ങിനെ തടഞ്ഞുകൊണ്ട് താങ് പറയുകയാണ്, അവൻ റിലാക്സ് ആകുന്നതിന് വേണ്ടി ആ വൈനിൽ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ കലർത്തിയിട്ടുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല, അവനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ നിനക്ക് ഒന്നും സംഭവിക്കാത്തതിൽ അതിശയം തോന്നുന്നു. നീ ശരിക്കും ഡോക്ടർ ഓഫ് എയ്ഡ് തന്നെയാണോ? താങ് തടഞ്ഞതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്തേക്ക് സാങ്സാങ്ങിന് പോകാനായില്ല. സാങ്സാങ് അപ്പോൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? താങ് പറയുകയാണ്, നിങ്ങളെ എൽഡേഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എൽഡേഴ്സ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് പറയാനാകില്ല. നിങ്ക് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. എൽഡേഴ്സ് നിങ്ങളെ ഇവിടെ പാർപ്പിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കും. സാങ്സാങ് പറയുകയാണ്, ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഇത് നിങ്കയുടെ തീരുമാനമാണ്. പക്ഷേ എന്ത് തീരുമാനത്തിലും ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യും. താങ് വേറെ നിവർത്തിയില്ലാതെ അതെല്ലാം സമ്മതിക്കുന്നു. അതുകൂടാതെ നിങ്കയെ കെയർ ചെയ്യാൻ തന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതും താങ് സമ്മതിച്ചിരുന്നു. അതിനുശേഷം അവരുടെ എൽഡേഴ്സിന്റെ അടുത്തേക്കാണ് താങ് നേരെ പോയത്. സാങ്സാങ് ആകട്ടെ നിങ്കയെ കെയർ ചെയ്യാൻ നിങ്കയുടെ അടുത്തേക്കും പോയി. പിന്നെ കാണിക്കുന്നത് അവൻ്റെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പിപിയെ ആണ്. അല്പം കഴിയുമ്പോൾ ഒരുപാട് ടയേർഡായി വിശന്ന് അവൻ എന്തോ കഴിക്കാൻ ഒരുങ്ങുന്നു. അപ്പോഴേക്കും യേഹോങ്ങി അങ്ങോട്ട് വരുന്നതായി അവൻ കാണുകയാണ്. ഉടനെ തന്നെ കഴിക്കാൻ ഒരുങ്ങിയ സാധനം ബാഗിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നു. യേഹോങ്യുവിനെ കണ്ടുവെങ്കിലും അവളെ അധികം മൈൻഡ് ചെയ്യാതെ അവിടുന്ന് എസ്കേപ്പ് ചെയ്യാനാണ് പിപി ആദ്യം ശ്രമിച്ചത്. എന്നാൽ അപ്പോൾ തന്നെ അവൾ അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ തിരികെ വന്നതെന്ന്. വിക്കി അവൻ പറയുകയാണ്, നിങ്കയും സാങ്സാങ്ങും വെസ്റ്റ് ബാഡ്ലാൻഡിലുണ്ട്. ഞാനിവിടെ നിങ്ങളെയൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, ഈ സ്ഥലവും. എന്നാൽ യേഹോങ്ങു പറയുകയാണ്, നീ വളരെ ലേറ്റായി പോയി. ഷീലിങ്ങിൽ എൻ്റെ പദവി എന്താണെന്ന് നിനക്കറിയാമല്ലോ, അതുകൊണ്ട് നിങ്കയോട് ഞാൻ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? പിപി അപ്പോൾ ഒരുപാട് ആകുലതയോടെയും വിഷമത്തോടെയും ചോദിക്കുകയാണ്, നീ നിങ്കയെ കൊന്നോ? അവൾ നിങ്കയെ കൊന്നിട്ടുണ്ടാകുമെന്ന് കരുതി അവളെ ആക്രമിക്കാൻ പിപി വരുന്നു. എന്നാൽ അവൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. ഒന്നും ചെയ്യാനാകാതെ അവൾക്കെതിരെ ഒരുപാട് ശാപവാക്കുകളും മോശപ്പെട്ട വാക്കുകളും മാത്രമേ പിപിക്ക് പ്രയോഗിക്കാനായുള്ളൂ. അവൾ ദുഷ്ടയാണ്, ക്രൂരിയാണ്, അങ്ങനെയൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. അതേപോലെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൾ നിർത്താൻ പറഞ്ഞിട്ടും പിപി പറയുകയാണ്, ഇല്ല നിർത്തില്ല, നീ മനുഷ്യപ്പറ്റില്ലാത്തവളാണ്. നിങ്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, ഞാൻ നിന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ ഒരു കൊച്ചുകുട്ടി ഏന്തി കരയുന്നത് പോലെയാണ് പിപി അവിടെ ഇരുന്ന് കരയുന്നത്. എന്നാൽ അവസാനം യേഹോങ്ങി പറയുകയാണ്, ഞാൻ അവനെ ഇതുവരെയും കൊന്നിട്ടില്ല. അത് കേട്ട് അവൻ ഒരുപാട് ആശ്വാസമാകുന്നുണ്ട്. യേഹോങ്ങി പറയുകയാണ്, അവനെ കൊല്ലാൻ പോവുകയാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല. എല്ലാവരും അവനെ തേടി നടക്കുകയാണ്, അവനിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പിപി പറയുകയാണ്, അതെനിക്ക് അറിയാമായിരുന്നു, അങ്ങനെ എളുപ്പത്തിൽ അവനെ കൊല്ലാൻ സാധിക്കില്ല. യേഹോങ്ങി പറയുകയാണ്, നീ അവനെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടല്ലേ? നീ മാത്രമല്ല, താങ് സ്റ്റേറ്റും അതെ അവൻ്റെ കൂടെ നിൽക്കുന്നു. നിങ്ങൾ ഡോക്ടർ ഓഫ് എയ്ഡിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതുമൂലം താങ് സ്റ്റേറ്റിനെ ഷീലിംഗ് ഇല്ലാതാക്കും. താങ് സ്റ്റേറ്റും ഷീലിംഗും തമ്മിൽ ഒരു യുദ്ധം തന്നെ നടക്കും. പക്ഷെ അത് ഇതുവരെയും ഉറപ്പിച്ചിട്ടില്ല. പക്ഷേ അതിനുവേണ്ടി വലിയൊരു സഖ്യം തന്നെ ഷീലിംഗ് രൂപീകരിച്ചിട്ടുണ്ട്. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ നീ ഏത് ഭാഗത്തായിരിക്കും? നീ ജനിച്ചു വളർന്നത് ഇവിടെയാണ്, നിന്റെ പാരൻസ് ഇവിടെയാണ്. എന്നാൽ പിപി അതിന് ഉത്തരം പറയുന്നില്ല എന്ന് കാണുമ്പോൾ യേഹോങ്ങി ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നു. ഇപ്പോൾ ഡീമൺ സെക്റ്റിലുള്ള ഒരു വ്യക്തിയുടെ അടുത്തേക്ക് വന്ന് ലോങ്കി രാജകുമാരൻ പറയുകയാണ്, നീ പറഞ്ഞു വരുന്നത് നിങ്കയും സാങ്സാങ്ങും നിങ്ങളുടെ അടുത്താണെന്നാണോ? ഇത് ലോകം അറിയുകയാണെങ്കിൽ നിങ്ങളുടെ വംശം വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകും. ഷീലിംഗ് അത് ശരിക്കും മുതലെടുക്കും. ആ വ്യക്തി അപ്പോൾ പറയുകയാണ്, അതുകൊണ്ടാണ് നിന്റെ സഹായത്തിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ലോങ്കി രാജകുമാരനോട് സംസാരിക്കുന്ന ഡീമൺ സെക്റ്റിലെ ആ വ്യക്തിയുടെ മുഖം കാണിക്കുന്നില്ല. ലോങ്കി രാജകുമാരൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ രക്ഷിക്കാം, പക്ഷേ നിങ്കയെ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. വൈകാൻ പാടില്ല, ഇന്ന് രാത്രി തന്നെ. അവൻ്റെ കൂടെ സാങ്സാങ്ങിനെയും കൈമാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. എനിക്ക് പ്രധാനമായിട്ടും വേണ്ടത് നിങ്കയാണ്. നിങ്ങളുടെ ആളുകൾ രക്ഷപ്പെടണമെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഇത് ചെയ്യണം, ഇന്ന് രാത്രി തന്നെ. ലോങ്കി രാജകുമാരൻ പോയി കഴിയുമ്പോഴാണ് ഡീമൺ സെക്റ്റിലെ ആ വ്യക്തിയുടെ മുഖം കാണിക്കുന്നത്. നേരത്തെ നിങ്കയെയും സാങ്സാങ്ങിനെയും സ്വീകരിക്കണമെന്ന് പറഞ്ഞ ഡീമൺ സെക്റ്റിലെ ആ വ്യക്തി തന്നെയാണത്. ഇപ്പോൾ എൽഡറിൻ്റെ അടുത്ത് സാങ്സാങ്ങിനെ കുറിച്ചും നിങ്കയെയും കുറിച്ചും ഡിസ്കസ് ചെയ്യുന്ന താങ്ങിനെയും മറ്റുള്ളവരെയും കാണിക്കുന്നു. എൽഡർ പറയുകയാണ്, ഷീലിംഗ് അല്ലെങ്കിലേ നമ്മളുമായിട്ട് കലിപ്പിലാണ്. ഈ ഒരു സംഭവം അവരറിയുകയാണെങ്കിൽ അവരെ മാത്രമായിരിക്കില്ല, ലോകം മുഴുവനെയും നമുക്ക് നേരിടേണ്ടി വരും. ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എനിമീസിനേക്കാൾ 10 മടങ്ങ് സ്ട്രോങ് ആയിട്ടുള്ള എനിമീസിനെ ആയിരിക്കും പിന്നെ നമുക്ക് നേരിടേണ്ടി വരിക. മറ്റുള്ളവർക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. ആലോചിച്ച് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല.
എന്നാൽ താങ് പറയുന്നത് എന്തൊക്കെ വന്നാലും നമുക്ക് അവരെ നേരിടേണ്ടി വരും. അവരുടെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായാലും അവർ സ്ട്രോങ് തന്നെയായിരിക്കും. വലിയ രക്തപ്പുഴ തന്നെയായിരിക്കും ഈ യുദ്ധം വഴി ഉണ്ടാവുക എന്നൊക്കെയാണ്. അപ്പോൾ എൽഡർ വീണ്ടും പറയുന്നു, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ നമുക്ക് അവരെ നേരിടാനാകില്ല. നമുക്ക് കൂടുതൽ സമയം വേണം. നമ്മുടെ അംഗസംഖ്യ ഇപ്പോൾ വളരെ കുറവാണ്. താങ് അപ്പോൾ പറയുകയാണ്, നിങ്ങക്ക് ഒരു വാക്ക് തന്നിരുന്നു, അവരെ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ അക്കാദമി നമ്മുടെ കൂടെ നിൽക്കുമെന്ന്. അക്കാദമി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഷീലിങ്ങിനേക്കാളും പവർഫുൾ ആയിരിക്കും. ആ എൽഡർ അപ്പോൾ പറയുകയാണ്, ഒരു വിധത്തിലാണ് നിങ്ങക്ക് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. അവനിപ്പോൾ ലോകം മുഴുവനും എതിരാണ്. ഈ സമയത്ത് അക്കാദമി എങ്ങനെ അവൻ്റെ പക്ഷം ചേരും? അതുകൊണ്ട് അവൻ്റെ ആ വാക്കുകളൊന്നും നമുക്ക് വിശ്വസിക്കാനാകില്ല. അപ്പോൾ താങ് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, നമ്മൾ ഇത്രയും നാൾ ഡോട്ടർ ഓഫ് ഹെയ്ഡിനെ തന്നെയല്ലേ ആരാധിച്ചിരുന്നത്. എന്നിട്ടും അവൾ നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ നമുക്ക് അവളെ സംരക്ഷിക്കാനായില്ല. അങ്ങനെയെങ്കിൽ ഇത്രയും നാൾ നമ്മൾ അവളെ ആരാധിച്ചതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? എന്നാൽ നേരത്തെ ലോങ്കിൻ രാജകുമാരനോട് സംസാരിച്ച ഡീമൺ സെക്റ്റിലെ ആ വ്യക്തി അതിനോട് യോജിക്കുന്നില്ല. അവൻ പറയുകയാണ്, നമ്മൾ അവളെ ഷീലിങ്ങിന് പിടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇത്രയും നാൾ അവളെ വിളിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് തന്നെ അവൾ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്യണം. അവളെ പിടിച്ചു കൊടുക്കുന്നത് വഴി ഷീലിംഗ് നമുക്ക് 5 വർഷത്തെ സെക്യൂരിറ്റി വാഗ്ദാനം ചെയ്യണം. അത് കേട്ട് താങ് പറയുകയാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവരെ രക്ഷിച്ചില്ലെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നീതിക്ക് നിരക്കാത്തതാണ്. അതിൻ്റെ പേരിൽ അവർ തമ്മിലൊരു തർക്കമുണ്ടാകുന്നു. എൽഡർ നിർത്താൻ പറഞ്ഞിട്ടും ആ വ്യക്തി കേൾക്കുന്നുണ്ടായിരുന്നില്ല. നമുക്കിപ്പോൾ രക്ഷപ്പെടാൻ വേറെ വഴികളൊന്നുമില്ല. അവളെ സാക്രിഫൈസ് ചെയ്യുന്നതാണ് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗമെന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. താങ്ങിനോടും ആ എൽഡറിനോടുമൊക്കെ നമ്മുടെ ക്ലാനിനെ തന്നെ ഇല്ലാതാക്കാനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അയാൾ ചോദിക്കുന്നു. ശേഷം ദേഷ്യത്തോടെ അവിടുന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. താങ്ങിനും ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഡീമൺ സെക്റ്റിലെ ആ വ്യക്തി രഹസ്യമായിട്ട് സാങ്സാങ്ങിനെ വന്ന് കണ്ട് സംസാരിക്കണമെന്ന് പറയുന്നതാണ്. നിങ്കെ നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നത് കൊണ്ട് തന്നെ അവനോട് പറയാതെയാണ് ആ വ്യക്തിയോട് സംസാരിക്കാൻ സാങ്സാങ് പോകുന്നത്. സാങ്സാങ്ങിനെ മാറ്റി നിർത്തി സാങ്സാങ്ങിനെ വണങ്ങിക്കൊണ്ട് ആ വ്യക്തി പറയുകയാണ്, ക്ഷമിക്കണം, എൽഡർ നിങ്ങളെ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. എഴുന്നേക്കാൻ പറഞ്ഞ സാങ്സാങ് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് വളരെ ഡേഞ്ചറസ് ആണ്. പിന്നീട് വളരെ ബ്രൂട്ടലായിട്ടുള്ള യുദ്ധമായിരിക്കും ഇവിടെ നടക്കുക. വേറെ വഴികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് സാങ്സാങ് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയുകയാണ്, ഇക്കാര്യത്തിന് എൽഡർ ഷീലിങ്ങിൻ്റെ കൂടെയാണ്. അതിൻ്റെ പേരിൽ നിങ്ങളെ സാക്രിഫൈസ് ചെയ്യാൻ പോലും എൽഡർ തയ്യാറാണ്. ട്രൈബിൻ്റെ രക്ഷയാണ് അയാൾക്ക് പ്രധാനപ്പെട്ടത്. സാങ്സാങ് ചോദിക്കുകയാണ്, ഞങ്ങളെ കൊല്ലുമോ? അയാൾ പറയുകയാണ്, അതിന് പോലും തയ്യാറാകും. അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് ആ വൈൻ കുടിച്ച് മയങ്ങിക്കിടക്കുകയല്ലേ? നിങ്ങളെ ആക്രമിക്കാനുള്ള അവസരത്തിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് നാൾ അവിടെ തങ്ങാം. ശേഷം അങ്ങോട്ട് പോകാൻ വേഗം റെഡിയാകാൻ പറയുന്നു. അപ്പോൾ അയാളുടെ മുഖത്ത് കള്ളലക്ഷണം തെളിഞ്ഞു കാണാം. സാങ്സാങ് വ്യക്തമായിട്ട് അവനെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും അതെന്തുകൊണ്ടാണ് മനസ്സിലാവാതിരുന്നതെന്നറിയില്ല. സാങ്സാങ് പോകാൻ റെഡിയാകുന്നു. ഒരു സൈന്യത്തോടു കൂടി തന്നെ അതിൻ്റെ പരിസരത്തെത്തിയ ലോങ്ക്യു രാജകുമാരൻ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സീമോ അപ്പോൾ ലോങ്ക്യു രാജകുമാരനോട് ചോദിക്കുന്നുണ്ട്, നിങ്കയെയും സാങ്സാങ്ങിനെയും അവർ കൊണ്ടുവരുമോ എന്ന്. ലോങ്ക്യു രാജകുമാരൻ പറയുകയാണ്, നമുക്ക് നോക്കാം. താങ് ഇതേ സമയം അവിടെ വന്ന് നോക്കുമ്പോൾ നിങ്കയുടെ കുതിരവണ്ടി കാണുന്നില്ല. ആ കുതിരവണ്ടി കണ്ടോ എന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു കഴിയുമ്പോൾ അവിടെ മറ്റേ ആ വ്യക്തിയെ കണ്ടിരുന്നുവെന്ന് അവർ താങ്ങിനോട് പറയുന്നു. ഡീമൺ സെക്റ്റിലെ ആ വ്യക്തി അവിടെ കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ താങ്ങിനെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്തോ ചതി മണത്ത അവൻ ഉടനെ തന്നെ ആ കുതിരവണ്ടി കണ്ടുപിടിക്കാൻ ഉത്തരവിടുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ കുതിരവണ്ടി അന്വേഷിച്ചു പോവുകയാണ്. ലോങ്ക്യു രാജകുമാരനും മറ്റുള്ളവരും പറഞ്ഞ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡീമൺ സെക്റ്റിലെ ആ വ്യക്തിയാകട്ടെ നിങ്കയെയും സാങ്സാങ്ങിനെയും കൊണ്ട് അങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ദൂരെ വെച്ച് തന്നെ അവർ അത് കാണുന്നുണ്ട്. ഡീമൺ സെക്റ്റിലെ ആ വ്യക്തിയാകട്ടെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ സാങ്സാങ്ങിനോട് സ്ഥലമെത്തി എന്ന് പറയുന്നു. സാങ്സാങ് അപ്പോൾ അല്പം സംശയത്തോടെയാണ് ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കുന്നത്. എങ്കിലും ആ വ്യക്തി പുറത്തേക്ക് ഇറങ്ങാൻ പറയുമ്പോൾ സാങ്സാങ് പുറത്തേക്ക് ഇറങ്ങുന്നു. പതിയിരിക്കുന്ന അപകടം അവൾ മണത്തറിഞ്ഞില്ല. പുറത്തിറങ്ങിയ അവൾ അത് ഏത് സ്ഥലമാണെന്ന് ചോദിക്കുന്നു. എന്നാൽ അയാളൊന്നും മിണ്ടുന്നില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് ചതി അവൾക്ക് മനസ്സിലാകുന്നത്. ദൂരെയായിട്ട് ലോങ്ക്യു രാജകുമാരനെയും മറ്റുള്ളവരെയും കാണുന്നു. സാങ്സാങ് ആ വ്യക്തിയോട് പറയുകയാണ്, നീ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലേ? ആ വ്യക്തി അപ്പോൾ വാളെടുത്തുകൊണ്ട് പറയുകയാണ്, ക്ഷമിക്കണം, എൻ്റെ ട്രൈബിനെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയൊന്നുമില്ല. സാങ്സാങ് അപ്പോൾ വേറെ നിവർത്തിയില്ലാതെ പറയുകയാണ്, ശരി, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, പക്ഷേ നിങ്കയെ വെറുതെ വിടണം. എന്നാൽ ആ വ്യക്തി പറയുകയാണ്, അവനെ പോലത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള വ്യക്തിയെ വെറുതെ വിടാനോ? അവൻ ഒറ്റ ഒരുത്തം മതി ഈ ബാഡ് ലാൻഡ് തലകീഴായി മറിക്കാൻ. നീ മരിച്ചു കഴിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിനുശേഷം സാങ്സാങ്ങിനെ വാൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ലോങ്ക്യു രാജകുമാരൻ്റെ അടുത്തേക്ക് പതുക്കെ പതുക്കെ വിടുന്നു. താങ് ഇതേ സമയം കുതിരപ്പുറത്ത് അങ്ങോട്ട് വരുന്നതായി കാണിക്കുന്നുണ്ട്.
എന്നാൽ അല്പം കഴിയുമ്പോൾ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാൾ ഉപയോഗിച്ച് സാങ്സാങ്ങിനെ ആ വ്യക്തി വെട്ടാൻ പോകുന്നു. കണ്ണും പൂട്ടി മരിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് സാങ്സാങ്. എന്നാൽ അപ്പോഴേക്കും താങ് ദൂരെ നിന്ന് ഒരു അറ്റാക്ക് അവൻ്റെ നേരെ വിടുന്നു. അതിൻ്റെ ശക്തിയാൽ ആ വ്യക്തി അവിടെ തന്നെ വീണു പോവുകയാണ്. തെറിച്ചു വീണ ചോര കണ്ടപ്പോഴാണ് മനസ്സിലായത് അവന് നല്ല ആഘാതം ഏറ്റിട്ടുണ്ട്, ഒരു പക്ഷെ മരിച്ചിട്ടുമുണ്ടാകാം. അത് കണ്ട് സാങ്സാങ്ങിന് ആശ്വാസമാകുന്നുണ്ട്. താങ്ങാകട്ടെ വിശ്വാസം പ്രകടിപ്പിക്കുന്ന രീതിയിൽ സാങ്സാങ്ങിനെ വണങ്ങുന്നു. ലോങ്കിൻ രാജകുമാരനാകട്ടെ അത് കണ്ടിട്ട് പറയുകയാണ് ഇനി അവരെ വിട്ടുതരില്ല. അവർ അവരുടെ തീരുമാനം എന്താണെന്ന് അറിയിച്ചു. സീമോ അപ്പോൾ ചോദിക്കുകയാണ് അവരെ വെറുതെ വിടാൻ പോവുകയാണോ? ലോങ്കിൻ രാജകുമാരൻ അപ്പോൾ പറയുകയാണ് നമ്മൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഷീലിംഗ് എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് കാണുന്നതാണ്. അതായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ്. അവർ ബാഡ് ലാൻഡിനെ ഇല്ലാതാക്കും. സേഫായിട്ട് അതൊക്കെ നമുക്ക് കണ്ടു നിൽക്കാം. അതും പറഞ്ഞ് അവനും അവൻ്റെ ആളുകളും തിരികെ പോകുന്നു. സാങ്സാങ് ആകട്ടെ ഉറങ്ങിക്കിടക്കുന്ന നിങ്കയോട് എന്ന പോലെ പറയുകയാണ് നമ്മൾ ഇപ്രാവശ്യവും രക്ഷപ്പെട്ടു. സന്തോഷത്തോടെയാണ് അവൾ അത് പറയുന്നതെങ്കിലും അല്പം കഴിയുമ്പോൾ എന്തോ നിരാശ അവളെ അലട്ടുന്നു. ആ ട്രൈബിലെ എൽഡർ ആകട്ടെ ഇതേ സമയം താങ്ങിനോട് കടുപ്പിച്ചു പറയുകയാണ് അവരെ നമുക്ക് ഇവിടെ പാർപ്പിക്കാനാകില്ല. നമ്മൾ അവരെ സംരക്ഷിക്കാൻ പോകുന്നില്ല. എൻ്റെ ഈ തീരുമാനത്തിൽ മാറ്റമില്ല. നീ ഒന്നും പറയണ്ട. എല്ലാം പാക്ക് ചെയ്ത് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിടൂ. അപ്പോഴാണ് നിങ്കയുടെ ആ ബാഗിൽ നിന്ന് തേർഡ് സിസ്റ്റർ നിങ്കയ്ക്ക് കൊടുത്ത ആ മോതിരം നിലത്ത് വീഴുന്നത്. അത് അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും എടുത്തുകൊണ്ട് താങ് പറയുകയാണ് ഡീമോണിക് കൾട്ടിലെ സുസേറിയന്റെ ടോക്കനാണ് ഇത്. അതെങ്ങനെ തേർഡ് സിസ്റ്ററിന്റെ കരങ്ങളിൽ വന്നു എന്ന് ഉടനെ തന്നെ മനസ്സിലാകും. അത് ചെറിയൊരു ട്വിസ്റ്റാണ്. ആശ്ചര്യത്തോടെ ആ എൽഡറും അത് നോക്കുന്നു. അതിനുശേഷം സാങ്സാങ്ങിനെ അവരെല്ലാവരും കൂടി കാണുന്നതാണ് കാണിക്കുന്നത്. അവരെ എല്ലാവരെയും കാണുമ്പോൾ സാങ്സാങ്ങിന് സന്തോഷമാകുന്നുണ്ട്. സന്തോഷത്തോടെ അവരെ റെസ്പെക്റ്റും ചെയ്യുന്നു. അപ്പോൾ ആ എൽഡർ പറയുന്നുണ്ട് പ്രാരംഭം മുതലേ ഡോട്ടർ ഓഫ് ഫെയ്ഡിൽ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. ഞങ്ങളുടെ പൂർവികർ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. അവസാനം ഡോട്ടർ ഓഫ് ഫെയ്ഡിനെ ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യവും ഉണ്ടായി. ഒരിടയ്ക്ക് നീ പ്രകാശത്തിന്റെ പുത്രിയെന്നും അറിയപ്പെട്ടു. ഞങ്ങളുടെ ട്രൈബ് ഇല്ലാതായാൽ പോലും നിന്നെ സംരക്ഷിക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് അയാൾ വാക്ക് മാറ്റിയതെന്ന് അറിയില്ല. നേരത്തെ അവരെ സംരക്ഷിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം താങ്ങും എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു. അവസാനം അവരെല്ലാവരും ഒരേ സ്വരത്തിൽ സാങ്സാങ്ങിനെയും നിങ്കയെയും സംരക്ഷിക്കാമെന്ന് പറയുന്നു. എന്ത് വില കൊടുത്തും അതിന് തയ്യാറാകുമെന്നും ശപഥം ചെയ്യുന്നുണ്ട്. സാങ്സാങ്ങിന് അത് കേട്ട് സന്തോഷമാകുന്നു. അപ്പോഴേക്കും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നിങ്കയും എഴുന്നേൽക്കുന്നു. സാങ്സാങ്ങിന് അപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. നിങ്കി ചോദിക്കുകയാണ് ഇവിടെ എന്താണ് നടക്കുന്നത്? നീ എന്തുകൊണ്ടാണ് ഇവരുടെ പോലെ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത്? സാങ്സാങ് പറയുകയാണ് ഇത് ഇവിടുത്തെ എൽഡർ തന്നതാണ്. നിങ്കി അപ്പോൾ റെസ്പെക്റ്റോടെ ആ വ്യക്തിയെ വണങ്ങുന്നു. സാങ്സാങ് പറയുകയാണ് നമ്മളെ സംരക്ഷിക്കാമെന്ന് ഇവർ പറഞ്ഞു. നിങ്കി ആശ്ചര്യത്തോട് ചോദിക്കുകയാണ് അതെങ്ങനെ സംഭവിച്ചു? അതിനുശേഷം താങ് അവർക്ക് വേണ്ടി ഒരു ടെന്റ് മാറ്റി വെക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് താമസിക്കാൻ ഞങ്ങളുടെ കുതിരവണ്ടി തന്നെ മതിയെന്നാണ് നിങ്കി പറയുന്നത്. അപകടകരമായിട്ടുള്ള പല അവസരങ്ങളിലും അങ്ങനെയാണ് അവർ കഴിച്ചു കൂട്ടിയത്. സാങ്സാങ്ങും അതിനോട് യോജിക്കുന്നു. എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് അവരും പറയുന്നു. നിങ്കി അപ്പോൾ ഒരിക്കൽ കൂടി അവർക്ക് നന്ദി പറയുന്നു. അതിനുശേഷം അവരെല്ലാവരും കത്തിവെച്ച് കൈ മുറിച്ച് ബ്ലഡ് കൊണ്ട് ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട്. നിങ്കിയും അതിൽ പങ്കുചേരുന്നു. സാങ്സാങ് അതിൽ പങ്കുചേരുന്നില്ല. അങ്ങനെ അവർ ഒരു കുടുംബമാകുന്നു. സാങ്സാങ്ങിനും നിങ്കയ്ക്കും ഭക്ഷണം അവർ കൊടുക്കുന്നു. പിന്നെ സന്തോഷത്തോടെയുള്ള അവരുടെ മുറവിളി കേൾക്കാം. ഇപ്പോൾ വളരെ ആകുലതയോടെ ഫസ്റ്റ് ബ്രദറിന്റെയും അടുത്തേക്ക് വന്നിട്ട് സെക്കൻഡ് ബ്രദർ പറയുകയാണ് നിങ്കയെയും സാങ്സാങ്ങിനെയും കുറിച്ച് അറിവ് കിട്ടി. അവരിപ്പോൾ ബാഡ് ലാൻഡിലുണ്ട്. ഫസ്റ്റ് ബ്രദർ അപ്പോൾ ചോദിക്കുകയാണ് അവരെന്തുകൊണ്ടാണ് അങ്ങോട്ട് പോയത്? ഷീലിങ്ങിന് ഇതിനെപ്പറ്റി അറിയുമോ? അല്പം നിരാശയോടെ സെക്കൻഡ് ബ്രദർ പറയുകയാണ് ഷീലിങ്ങിന് മാത്രമല്ല ഈ ലോകം മുഴുവനും അതിപ്പോൾ അറിയാം. തേർഡ് സിസ്റ്റർ പറയുകയാണ് ഷീലിങ്ങിന് അത് കേട്ട് ശരിക്കും ഭ്രാന്തായിട്ടുണ്ടാകുമല്ലേ? സെക്കൻഡ് ബ്രദർ അപ്പോൾ പറയുകയാണ് ബാഡ് ലാൻഡിലുള്ളവർക്ക് ഷീലിംഗ് ഒരു സന്ദേശം പാസ് ചെയ്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഡോട്ടർ ഓഫ് ഫെയ്ഡിനെ ഹാൻഡ് ഓവർ ചെയ്യുക അല്ലെങ്കിൽ കൊല്ലുക. അത് കേട്ട് അവരെന്ന് ആദ്യം ഞെട്ടുമെങ്കിലും തേർഡ് സിസ്റ്റർ എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ് ബാഡ് ലാൻഡിലുള്ളവരെ വിശ്വസിക്കാം, അവർ ചതിക്കില്ല. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് സെക്കൻഡ് ബ്രദർ പറയുന്നു. പിന്നെ കാണിക്കുന്നത് ഷീലിങ്ങിന്റെ അധികാരിയെയും മറ്റുള്ളവരെയുമാണ്. അവിടെ ദുഷ്ടനായിട്ടുള്ള കമാൻഡറും യെഹോങ്ങിയും ഒക്കെ ഉണ്ട്. ഷീലിങ്ങിന്റെ അധികാരി പറയുകയാണ് ബാഡ് ലാൻഡിലുള്ളവർ ഡോട്ടർ ഓഫ് ഫെയ്ഡിനും നിങ്കയ്ക്കും അഭയം കൊടുത്തിരിക്കുന്നു. ഇത് പൊറുക്കാനാവാത്ത തെറ്റാണ്. എല്ലാ സ്റ്റേറ്റിൽ നിന്നും കൾട്ടിവേറ്റേഴ്സിനെയും ആർമീസിനെയും ഒരുമിച്ച് കൂട്ടൂ. ബാഡ് ലാൻഡിനെ നമ്മൾ ആക്രമിക്കാൻ പോവുകയാണ്. ഒരു വലിയ യുദ്ധം തുടങ്ങാൻ പോകുന്നു. അവരെ കീഴടക്കി ഡോട്ടർ ഓഫ് ഫെയ്ഡിനെ നമ്മൾ കൊല്ലും. അങ്ങനെ ലോകത്തെ നമ്മൾ രക്ഷിക്കും. ശേഷം പ്രകാശം എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് എല്ലാവരും ഒരുമിച്ച് പറയുന്നു. പിന്നെ വീണ്ടും ഫസ്റ്റ് ബ്രദറും സെക്കൻഡ് ബ്രദറും തമ്മിൽ സംസാരിക്കുന്നത് കാണിക്കുന്നു. ഫസ്റ്റ് ബ്രദർ പറയുകയാണ് എത്ര ആളുകൾ ഈ യുദ്ധത്തിൽ മരിക്കുമെന്നറിയില്ല. ഒരു പക്ഷത്ത് ബാഡ് ലാൻഡിലെ ആളുകൾ, മറുപക്ഷത്ത് ലോകം മുഴുവനും.
ലോകത്തെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ ഷീലിംഗ് ആണ് ഇത് തുടങ്ങിയത്. അപ്പോൾ സെക്കൻഡ് ബ്രദർ പറയുകയാണ് നാണക്കേടാണിത്. ഫസ്റ്റ് ബ്രദർ അപ്പോൾ ചോദിക്കുകയാണ് താങ് സാമ്രാജ്യം എന്ത് ചെയ്യാൻ പോകുന്നു? രാജാവ് എല്ലാ മിനിസ്റ്റേഴ്സിനെയും വിളിച്ചു വരുത്തി ഒരു മീറ്റിംഗ് നടത്താൻ പോവുകയാണ്. എല്ലാം ഭംഗിയായിട്ട് നടക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. എല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. പിന്നെ എല്ലാ മിനിസ്റ്റേഴ്സും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഷണ്ടൻ രാജാവിനെ അറിയിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ എത്രയൊക്കെ പറഞ്ഞിട്ടും രാജാവ് എഴുത്തിൽ തന്നെയാണ്. രാജാവ് അതിനെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ ഷിയാത്തിയ രാജ്ഞിക്കും ചെറിയ വിഷമമാകുന്നുണ്ട്. ആ ഷണ്ടനാകട്ടെ വിഷമത്തോടെ വീണ്ടും പറയുകയാണ് അവർ കുറേ നേരമായിട്ട് കാത്തിരിക്കുകയാണ്. എന്നിട്ടും രാജാവ് ഒന്നും പറയുന്നില്ല എന്ന് കാണുമ്പോൾ വിഷമത്തോടെ അയാൾ പിൻവാങ്ങുന്നു. രാജാവാകട്ടെ ഷിയാത്തിയ രാജ്ഞിയോട് താൻ എഴുതിയത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. രാജാവ് ആ മന്ത്രിമാരെയൊക്കെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതായിരുന്നു. ഷിയാത്തിയ രാജ്ഞി രാജാവിൻ്റെ ഒപ്പം ഇരുന്നു കൊണ്ട് അത് വായിക്കുന്നു. രാജാവ് അപ്പോൾ ചോദിക്കുകയാണ് ഞാനിവിടെ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് നിനക്കറിയാമോ? ഷിയാത്തിയ രാജ്ഞി പറയുകയാണ് നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും നിങ്ങളെ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഇപ്പോഴും അതെ. രാജാവ് അപ്പോൾ പറയുകയാണ് നിന്റെ ആളുകളെയാണ് ഷീലിംഗ് ആക്രമിക്കാൻ പോകുന്നത്. ഷിയാത്തിയ രാജ്ഞി അപ്പോൾ പറയുകയാണ് ഹുവാങ് പീപ്പിൾ നമ്മുടെ ശത്രുക്കളല്ല, അതായത് ബാഡ്ലാൻഡിലെ ആളുകൾ. രാജാവ് അപ്പോൾ അത് തനിക്കറിയാമെന്ന് പറഞ്ഞ് ഷിയാത്തിയ രാജ്ഞിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഈ ലോകം എപ്പോഴും സമാധാനത്തിലായിരിക്കാൻ ചിലർ ആഗ്രഹിക്കുന്നില്ല. അവർ അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് നമുക്ക് കുറച്ച് കഷ്ടപ്പാട് കൊടുക്കാം. എന്നാൽ ഷിയാത്തിയ രാജ്ഞി പറയുകയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എപ്പോഴും നിങ്ങളും താങ് സാമ്രാജ്യവും നന്നായിരുന്നാൽ മതി. രാജാവ് അതിനുശേഷം ഷണ്ടനും മറുപടി കൊടുക്കുന്നു. പിന്നെ ആ മീറ്റിങ്ങിൽ രാജാവ് പങ്കെടുക്കുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ ആ ഡിസ്കഷനുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളാണ് രാജാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബുക്ക് നോക്കി എന്തൊക്കെയോ വായിച്ചുകൊണ്ടിരിക്കുന്നു. രാജാവിൻ്റെ സഹോദരന് അതെല്ലാം കണ്ട് ശരിക്കും ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. അതെല്ലാം വായിച്ച് രാജാവ് ചിരിച്ചതിന് ശേഷം അവരോട് പറയുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്നറിയാമോ? ഇപ്പോഴത്തെ അവസ്ഥകളെക്കുറിച്ചൊക്കെ ഓർത്ത് ചിരിച്ചതാണ്. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും ഒന്ന് ഊഹിക്കാമോ? ഇപ്പോഴുള്ള സാഹചര്യത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായമാണ് രാജാവ് ചോദിച്ചത്. രാജാവിൻ്റെ സഹോദരൻ അപ്പോൾ പറയുന്നത് ഷീലിംഗ് നമ്മളെ വിഴുങ്ങാൻ കാത്തിരിക്കുകയാണ്, അതിന് ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ഡോട്ടർ ഓഫ് എയ്ഡിന് അഭയം കൊടുക്കുകയാണെങ്കിൽ അവരത് മുതലെടുക്കുമെന്നൊക്കെ രാജാവിൻ്റെ സഹോദരൻ പറയുന്നു. രാജാവ് അത് കേട്ട് പറയുകയാണ് ഞാനും അങ്ങനെ ചിന്തിക്കാതിരുന്നില്ല, പക്ഷേ ഇവിടെ വേറെ വഴികളൊന്നുമില്ല. അവരെ എന്നേക്കുമായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അവരോട് ഫൈറ്റ് ചെയ്യുക. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. അത് കേട്ട് രാജാവിൻ്റെ സഹോദരനും എല്ലാവരും ഞെട്ടുന്നുണ്ട്. അവർ വേണ്ട എന്ന് പറഞ്ഞിട്ടും കാര്യമുണ്ടായില്ല. രാജാവ് ലിയു രാജ്ഞിയെ വിളിച്ചു വരുത്തുന്നു. ശേഷം രാജാവ് അവിടെ ഇല്ലാത്ത സമയത്ത് താങ് സ്റ്റേറ്റിൻ്റെ സംരക്ഷണം ലിയു രാജ്ഞിയെ ഏൽപ്പിക്കുന്നു. താങ് സ്റ്റേറ്റിൻ്റെ ഗാർഡിയൻ ഇപ്പോൾ അവളാണ്. രാജാവ് ഡയറക്റ്റായിട്ട് ഷീലിംഗുമായിട്ടുള്ള യുദ്ധത്തിന് പോവുകയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല രാജാവിൻ്റെ സഹോദരൻ അത് കേട്ട് ഞെട്ടുന്നുണ്ട്. ലിയു രാജ്ഞി പറയുകയാണ് ഫാദർ നിങ്ങളാണ് എൻ്റെ റോൾ മോഡൽ, എന്ത് വില കൊടുത്തും നമ്മുടെ സ്റ്റേറ്റിനെ ഞാൻ സംരക്ഷിക്കും. അതിനുശേഷം രാജാവ് എല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ് ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? പേടിച്ച് ആരും എതിർപ്പൊന്നും പറയുന്നില്ല. രാജാവിൻ്റെ സഹോദരനാകട്ടെ രാജാവ് നീണാൾ വാഴട്ടെ എന്നും പറയുന്നു. അത് കേട്ട് മറ്റുള്ളവരും പറയുന്നു. രാജാവ് അത് കേട്ട് അവിടുന്ന് പോവുകയാണ്. രാജാവ് ഡയറക്റ്റായിട്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. ഈ വിവരം മിങ്ചി താങ് അഡ്വൈസറിനെ വന്നറിയിക്കുന്നു. അത് കേട്ട് അയാൾ ഞെട്ടുന്നുണ്ട്. നല്ലവണ്ണം ചുമച്ചു പോകുന്ന അയാൾക്ക് എഴുന്നേൽക്കാൻ പോലും സാധിക്കുന്നില്ല. മിങ്ചിയുടെ സഹായം അപ്പോൾ ചോദിക്കുന്നു. താങ് അഡ്വൈസർ എഴുന്നേറ്റത് വേറൊന്നിനും വേണ്ടിയല്ല, ചെസ് ബോർഡിൽ ചെക്ക് ചെയ്ത് അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു. മിങ്ചി അപ്പോൾ പറയുന്നുണ്ട് നിന്റെ ശക്തി ഇപ്പോൾ ഈ സമയത്ത് പ്രയോഗിക്കാനാകില്ല, നീ വളരെ അവശതയിലാണെന്നൊക്കെ. അതുപോലും അവഗണിച്ചുകൊണ്ടാണ് താങ് അഡ്വൈസർ അതിന് തയ്യാറാകുന്നത്. ഒരു പ്രത്യേക തരം റിസൾട്ടായിരുന്നു അതുവഴി താങ് അഡ്വൈസറിന് കിട്ടിയത്. അതായത് രാജാവ് ആ യുദ്ധത്തിന് നേരിട്ട് പോവുകയാണെങ്കിൽ അത് വലിയ അപകടമായിരിക്കും രാജാവിനെ വരുത്തി വെക്കുന്നത്. അയാളുടെ ശക്തി ഉപയോഗിച്ച് അത് മനസ്സിലാക്കി. വളരെ ആകുലതയോടെ മിങ്ചിയോട് അയാൾ പറയുകയാണ് നീ കണ്ടില്ലേ, ഇതിൻ്റെ ഫലം ഇതായിരിക്കും. നീ രാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കണം, യുദ്ധത്തിന് വിടരുത്. മിങ്ചി അപ്പോൾ പറയുകയാണ് ഈ ഒരു അവസ്ഥയിൽ ആര് പറഞ്ഞാലും രാജാവ് കേൾക്കാൻ പോകുന്നില്ല. താങ് അഡ്വൈസർ പറയുകയാണ് എന്നെ കാണാൻ രാജാവ് തയ്യാറാകുന്നില്ല. അത് ആ നിങ്കിയെ കുറിച്ച് എപ്പോഴും ഞാൻ സംസാരിക്കുന്നത് കൊണ്ടാണ്. നീയെങ്കിലും രാജാവിനെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. മിങ്ചി അപ്പോഴും ഞാൻ പറഞ്ഞാൽ രാജാവ് കേൾക്കില്ല എന്ന് പറയുമ്പോൾ താങ് അഡ്വൈസർ തന്നെ ഡയറക്റ്റായിട്ട് ചെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. അത് കണ്ടു കഴിയുമ്പോൾ മിങ്ചി താങ് അഡ്വൈസറിനെ തടഞ്ഞുകൊണ്ട് പറയുകയാണ് ദേഷ്യപ്പെടണ്ട, ഞാൻ തന്നെ പോയി രാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഉടനെ തന്നെ മിങ്ചി രാജാവിൻ്റെ അടുത്തേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ രാജാവിൻ്റെ അടുത്തെത്തി താങ് അഡ്വൈസർ പറയുന്ന കാര്യങ്ങളായിരുന്നില്ല മിങ്ചി വന്ന് പറഞ്ഞത്.
രാജാവ് ഈ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ നല്ല ലക്കായിരിക്കും ഉണ്ടാവുക എന്നാണ് മിങ്ചി പറയുന്നത്. താങ്ങഡ്യൂസർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ റിസൾട്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞു. രാജാവിനും ഷണ്ടനും ഒക്കെ അത് കേട്ട് ഒരുപാട് സന്തോഷമാകുന്നു. എന്നാൽ അതിൽ തെളിഞ്ഞു വന്നത് വലിയൊരു അപകടമായിരുന്നുവെന്ന് ഇവർക്കറിയില്ലല്ലോ. താങ്ങഡ്യൂസർ ആകട്ടെ ഇതേ സമയം ആ ചെസ് ബോർഡിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അവൻ ചോര തുപ്പി പോകുന്നു. അതായത് മിങ്ചിക്ക് രാജാവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ടാണ് ചോര തുപ്പിപ്പോയത്. രാജാവാകട്ടെ ഇതേ സമയം സന്തോഷത്തോടെ മിങ്ചിയോട് പറയുകയാണ്, ഈ രാജ്യത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച താങ്ങഡ്യൂസർ ഇപ്പോൾ ഒരുപാട് അവശതയിലാണ്. അവന് ഭേദമാകാൻ വേണ്ടി ഈ മരുന്ന് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ഷണ്ടനെ കൊണ്ട് എന്തോ മരുന്നും കൊടുപ്പിക്കുന്നു. അത് കിട്ടിക്കഴിയുമ്പോൾ സന്തോഷത്തോടെ മിങ്ചി പറയുകയാണ്, ഇതുമൂലം താങ്ങഡ്യൂസർ പെട്ടെന്ന് ഭേദമാകും. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, യുദ്ധത്തിന് പോകും മുമ്പ് ആ ഫോർമേഷന്റെ കീ കൂടി കൊടുക്കാൻ പറഞ്ഞു. അതും മിങ്ചി കൈവശമാക്കുന്നതിന് വേണ്ടി പറഞ്ഞതായിരുന്നു. എന്നാൽ രാജാവ് അതിന് സമ്മതിക്കുന്നില്ല. രാജാവ് പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ താങ്ങഡ്യൂസറിനെ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മിങ്ചി അപ്പോൾ അല്പം നിരാശയോടെ അവിടെ നിന്ന് പോകുന്നു. അവൻ പോയി കഴിയുമ്പോൾ സന്തോഷത്തോടെ രാജാവ് പറയുകയാണ്, ഞാൻ യുദ്ധം ജയിക്കാൻ പോവുകയാണ്. ഷണ്ടനും സന്തോഷത്തോടെ പറയുകയാണ്, അതെ, നമ്മൾ ജയിക്കാൻ പോകുന്നു. പിന്നെ കാണിക്കുന്നത് മിങ്ചി തിരിച്ചു വന്ന് ഈ വിവരം താങ്ങഡ്യൂസറിനെ അറിയിക്കുന്നതാണ്. താങ്ങഡ്യൂസർ അവിടെ അവശനായി കിടക്കുകയായിരുന്നു. കാര്യങ്ങളെല്ലാം ഞാൻ രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് നല്ല ദേഷ്യത്തിലായി. എനിക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നൊരു കള്ളമാണ് മിങ്ചി താങ്ങഡ്യൂസറിനോട് പറയുന്നത്. അതിനുശേഷം താങ്ങഡ്യൂസറിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ താങ്ങഡ്യൂസർ അതിന് തയ്യാറാകുന്നില്ല. നിരാശയോടെ അവൻ പറയുകയാണ്, എല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാണ്. അപ്പോഴും മിങ്ചി ചതിച്ച കാര്യം മനസ്സിലാക്കുന്നില്ല. മിങ്ചി ആകട്ടെ അവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ രാജാവ് കൊടുത്ത മെഡിസിനും താങ്ങഡ്യൂസറിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് അവൻ തന്നെ കഴിക്കുന്നു. അടുത്ത ദിവസം രാജാവിൻ്റെ സഹോദരനും മിങ്ചിയും ഒക്കെ താങ്ങഡ്യൂസറിനെ കാത്തു നിൽക്കുകയാണ്. ഇതുവരെയും അവൻ വന്നിട്ടില്ല. രാജാവിൻ്റെ സഹോദരൻ എന്തുകൊണ്ടാണ് അവൻ വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. മിങ്ചി അപ്പോൾ പറയുകയാണ്, അദ്ദേഹത്തിന് അസുഖമാണല്ലോ, അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. താങ്ങഡ്യൂസറിനെ അവർ കാത്തുനിന്നത് വേറൊന്നും കൊണ്ടല്ല, രാജാവ് യുദ്ധത്തിന് പോകുന്ന ദിവസമാണെന്ന്. രാജാവ് അപ്പോൾ സർവ്വസന്നാഹങ്ങളോടും കൂടി അങ്ങോട്ട് വരുന്നു. എല്ലാവരും അപ്പോൾ രാജാവ് വിജയിക്കട്ടെ, നീണാൾ വാഴട്ടെ എന്നൊക്കെ പറയുന്നു. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.